ഈ പ്രമാണിമാര്, ഈ ജാതി പ്രമാണിമാര്, ഈ സവർണ മാടമ്പികളും ഗുണ്ടകളും ചേർന്നിട്ട് പറഞ്ഞു പെലപ്പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല. ഒരുപാട് അടിലഹളകൾ നടന്നു. അവസാനം അയ്യങ്കാളി പറഞ്ഞു, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് വരിക. അയ്യങ്കാളി പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല. 1.5 കൊല്ലം തരിശു കിടന്നു കേട്ടോ, 1.5 കൊല്ലം തരിശു കിടന്നു. അങ്ങനെയാണ് പല കുട്ടികൾ സ്കൂളിൽ കയറിയത്. അല്ലാതെ ഈ സവർണ പ്രമാണിമാരുടെ ഔദാര്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല, അയ്യങ്കാളിയുടെ സമരവീര്യം കൊണ്ട് കയറിയതാ. പണ്ട് ഗുരു ട്രെയിനിൽ സഞ്ചരിക്കുമ്പോ ഒരു രാജാവ് ഒന്ന് ചോദിച്ചിട്ടത്. രാജാവ് ചോദിക്കുമ്പോ ചോദ്യത്തിനും അത്രയും കനപ്പെട്ട സ്വഭാവം ഉണ്ടാവും. രാജാവ് ചോദിച്ചു, എന്താ പേര് സ്വാമിയുടെ? നാരായണനാണ്. ഇപ്പൊ ചോദിച്ചു, എന്താ ജാതി? ഇന്നിപ്പോ നമ്മൾ അങ്ങനെ ചോദിക്കില്ല, കൂടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. ജാതി ചോദിച്ചുകൂടല്ലോ, ഇത്ര ഉള്ളോ പേര്? എന്താ ജാതി എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, അത് കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ ഗുരുവിന്റെ അടുത്ത വാക്യം, കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവും?